ഐസറിലും നൈസറിലും പഠിച്ച ജോലി കിട്ടും? ഐസറിലും നൈസറിലും പഠിക്കുന്നത് കൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ അത്തരം കോഴ്സുകളുടെ സാധ്യത എന്താണ്? ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് പ്രാവശ്യമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം അത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞൊരു സമയമാണത്. നൈസറുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ടെസ്റ്റ് വരാൻ പോകുന്നു. ദെൻ അതുപോലെ ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒരുപാട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഒരു സമയമാണിത്, പ്രത്യേകിച്ച് കുസാറ്റിൻ്റെത്. അപ്പൊ ഇത്തരം കോഴ്സുകളുടെ അഡ്മിഷനും ആപ്ലിക്കേഷനും തുടങ്ങുമ്പോൾ തന്നെ വിദ്യാർത്ഥികളിലും പാരൻസിലും ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പൊതുവെ ഈ മെഡിക്കൽ, പാരാമെഡിക്കൽ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഈ സോക്കോൾഡ് പ്രൊഫഷണൽ കോഴ്സുകളുടെ ആധിക്യവും തള്ളിക്കയറ്റവും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും മാത്രമായിരുന്ന ടൈമിന് അത് കേട്ട് കേട്ട് മടുത്ത ഒരു പറ്റം വിദ്യാർത്ഥികൾ ഒരു മാറ്റം ആഗ്രഹിച്ച് നിൽക്കുന്ന ടൈമിന് തന്നെയാണ് ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു വ്യത്യസ്തമായ സാധ്യതയുള്ള മേഖലയാണ് എന്ന് കരുതി ആയിരിക്കാം. വ്യത്യസ്തമായ ഒന്നാണല്ലോ. ചാടിക്കേറി എല്ലാവരും ആ കോഴ്സിന് അങ്ങ് എന്ത് ചെയ്യാൻ തുടങ്ങി, അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വിദ്യാർത്ഥികളുടെ എണ്ണം ആപ്ലിക്കേഷൻ കൂടുന്നത് കണ്ടപ്പോൾ അതൊരു പ്രോത്സാഹനമായിട്ട് എടുത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ വീണ്ടും എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഇതിന് സ്കോപ്പ് കൂടുതലാണ് എന്ന് കരുതി വിദ്യാർത്ഥികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ച് ചേർന്ന ഒരു കോഴ്സ് എന്ന നിലക്കാണ് ഞാൻ സത്യത്തിൽ ഇതിനെ കാണുന്നത്. then അതുകൊണ്ടാണ് ഇത്ര വ്യാപകമായ ഡിമാൻഡ് പോലെ വിദ്യാർത്ഥികൾ ഇതിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങിയതെന്ന് ഞാൻ പറയാം. അല്ലാണ്ട് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കാമ്പ്, ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണ്, ഇതിന്റെ ഒരു പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം പോലുള്ള ക്രാന്തദർശികളായ ഒരുപാട് ശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ വിചക്ഷരും പ്രവർത്തകരും മനസ്സിൽ കണ്ട ഒരു വലിയ പ്രശ്നമായിരുന്നു ഡ്രെയിൻ ഓഫ് ബ്രെയിൻ എന്നുള്ള. മികച്ച ആളുകൾ, സയന്റിഫിക് ടെമ്പറുള്ള, നല്ല കഴിവുള്ള ഒരുപാട് ഗവേഷണ കുതുകികളായ വിദ്യാർത്ഥികളും അധ്യാപകരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയും നമുക്ക് അവരെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ റിസർച്ചിന് അവസരം ഒരുക്കണം എന്ന നിലക്കാണ് ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് തന്നെ. മനസ്സിലാക്കേണ്ടത് ഐസറും നൈസറും ജോബ് കൊടുക്കാൻ ഉണ്ടാക്കിയതല്ല. പെട്ടെന്നൊരു ജോലി കിട്ടുന്നതോ സ്കോപ്പ് ഉള്ളതോ പ്ലേസ്മെന്റ് ഉള്ളതോ, നമ്മൾ ഈ പറയുന്ന സ്കോപ്പാണ് കേട്ടോ, ഒരു പ്ലേസ്മെന്റ് സ്കോപ്പ് ഉള്ളതായ ഒരു കോഴ്സ് അല്ല അത്. ശരിക്കും ബേസിക്കലി അത് ഒരു അക്കഡമിക് റിസർച്ചും അക്കഡമിക് പെർസ്യൂട്ടും അക്കഡമിക് ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ ഒരുക്കാനും ആ പഠനത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുകയും ചെയ്യുക എന്ന നിലക്ക് തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ് ഐസറും നൈസറും പോലുള്ളത്. അതിനെ തുടർന്ന് അതേ ലെവലിൽ തന്നെ കോഴ്സുകൾ പലയിടത്തും തുടങ്ങി. ഇപ്പൊ കുസാറ്റിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ പറഞ്ഞ തലത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് വന്നോളണമെന്നൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ഐസറും കുസാറ്റും അതുപോലെ കുസാറ്റിൽ തുടങ്ങി വെച്ച ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും അവിടുത്തെ ഒരു ഗവേഷണ പശ്ചാത്തലങ്ങളും പ്രസക്തിയും കൊണ്ട് ഞാൻ പ്രസക്തമാകുമെന്നാണ് കരുതുന്നത്. മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന സബ്ജക്റ്റുകളിൽ, വിഷയങ്ങളിൽ ഗവേഷണ താല്പര്യമുള്ള, വളരെ ഡെപ്തിൽ പഠിച്ച് പുതിയ കോൺസെപ്റ്റുകളൊക്കെ അനലൈസ് ചെയ്ത് പുതിയ സാഹചര്യങ്ങളും പുതിയ ശാസ്ത്ര വളർച്ചയൊക്കെ മനസ്സിലാക്കിയിട്ട് സബ്ജക്റ്റിനെ ആഴത്തിൽ പഠിച്ച് പുതിയ എന്തെങ്കിലും ഐഡിയകളും കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് വരാൻ താല്പര്യമുള്ള പക്ക റിസർച്ച് ഓറിയന്റഡ് ആയ, റിസർച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം പോകണം ഐസർ എന്നാണ് എൻ്റെ ഒരു വാദം. കാരണം അത് അങ്ങനത്തെ ഒരു അക്കാഡമിക് പശ്ചാത്തലം ഒരുക്കുന്ന, സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിലും ബയോളജിക്കൽ സയൻസിലും ദെൻ എൻവയൺമെന്റൽ സയൻസിലും ഒക്കെ ഉള്ള വളരെ ഗഹനമായ പഠന ഗവേഷണങ്ങളൊക്കെ നടത്തി ആ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അടിസ്ഥാനപരമായ നോളജുകൾ ഡിഗ് ചെയ്തെടുക്കുകയും അതിനേക്കാൾ ഡെപ്തിലേക്ക്, വളരെ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മാറുകയും ചെയ്യുക എന്ന അടിസ്ഥാനത്തിലായിരിക്കണം ഐസറിനെയും നൈസറിനെയും കാണുന്നത്. ഞാൻ മൊത്തത്തിൽ ഐസറിന്റെയും നൈസറിന്റെയും ഒരു ഘടന എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ചിലേക്ക്, പേപ്പറുകളിലേക്ക്, പേപ്പർ പ്രസന്റേഷനിലേക്ക്, പ്രോജക്റ്റുകളിലേക്കൊക്കെ മാറി ഒരു അക്കാദമിക തലത്തിൽ ആ സബ്ജക്റ്റിൽ ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും ആനുകാലികമായ, കോണ്ടംപററി ആയ വളർച്ചകളെ മനസ്സിലാക്കി പഠിച്ച് ഗവേഷണങ്ങൾ നടത്തി ഒരു സയന്റിസ്റ്റൊക്കെ ആയിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് ഈ ഐസറിലുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ കൂടുതൽ ഉപകാരപ്പെടുക. മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 10% താഴെ മാത്രമേ പ്ലേസ്മെന്റ് വരുന്നു. പ്ലേസ്മെന്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വളരെ കുറഞ്ഞതാണ്. അതും വളരെ പെർട്ടിക്കുലർ ആയിട്ട് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലോ ചെറിയ ചെറിയ പ്ലേസ്മെന്റുകൾ വന്നേക്കാം. അതുകൊണ്ട് ഐസറും നൈസറും മനസ്സിലാക്കേണ്ടത്
ഫിസിക്സ് പഠിച്ച്, കെമിസ്ട്രി പഠിച്ച്, ബയോളജിക്കൽ സയൻസ് പഠിച്ച്, മാത്തമാറ്റിക്കൽ സയൻസുകളൊക്കെ പഠിച്ചിട്ട് അതിലൊരു പിന്നീട് ഒരു PhD ഒക്കെ എടുത്ത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ എടുത്ത് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു അക്കാഡമിക് പെർസ്യൂട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ഐസറിലേക്കും നൈസറിലേക്കും പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലപ്പോഴും പല വിദ്യാർത്ഥികൾ അങ്ങനെ പോയിട്ട് അയ്യോ ഇത് ജോലി കിട്ടുന്നില്ല, ജോലിക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്തിരിയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പലപ്പോഴും ഇത് ഉണ്ടാക്കുന്ന ഒരു നഷ്ടം എന്താ, ഇത്തരം അക്കാദമിക പഠനങ്ങളോട് പൂർണ്ണമായിട്ടും താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇനി ഇത് ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാനേജ്മെന്റിലേക്കോ, ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ട് ടെക്നോളജിയിലേക്കോ, അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ട് IT-യിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ലക്ഷ്യം കൃത്യമായിട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ആയ സ്പെസിഫിക് ആയ അക്കാദമിക് പ്രോഗ്രാമുകൾ ഇന്ത്യയിലുണ്ട് എന്നതുകൊണ്ട് ഐസർ നൈസർ തന്നെ ആവണം എന്നില്ല. ഇനി ഐസർ നൈസർ ഒക്കെ പഠിച്ച് ആ ഒരു മേഖല കുറച്ച് സബ്ജക്ട് നോളജ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നോർമൽ ടീച്ചിങ്ങിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഐസർ നൈസർ പഠനം ഒരർത്ഥത്തിൽ ഉപകാരപ്രദമാണ്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഐസർ ബേസിക്കലി അത്തരം സ്ഥാപനങ്ങളുടെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും തലമുറക്ക് വളരെ കൃത്യമായി സയൻസും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ അടിസ്ഥാന വിവരങ്ങൾ കൊടുക്കാനുള്ളൊരു പഠന ഗവേഷണ പദ്ധതിയാണ് ഐസർ നൈസർ എന്ന് മനസ്സിലാക്കിയിട്ട് ടീച്ചിങ്ങിലേക്ക് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് PhD എടുത്ത്, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് B.Ed.ലേക്കൊക്കെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ്ങിലേക്ക് വരാം. അതല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള നല്ല റിസർച്ച് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ എടുത്ത് അതിൽ റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. റിസർച്ച് സത്യത്തിൽ ഒരു ജോബ് തന്നെയാണ്. പക്ഷെ ആ റിസർച്ചിനോടൊരു അക്കാദമിക പഠനത്തോട് സ്പെസിഫിക് ആയിട്ടൊരു താല്പര്യം ഉണ്ടാവണം. ഇന്ത്യയിലാണ് റിസർച്ച് ഒരു പഠനമായി മാറുന്നതും വിദേശത്ത് റിസർച്ച് പഠനവുമായിട്ട് അനുബന്ധമായി ജോബിലേക്ക് വരുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ പറ്റുന്നത്. R&Dയിലൊക്കെ കയറുന്ന ആളുകളുണ്ട്. അധിക പേരും അങ്ങ് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ബയോളജിക്കൽ സയൻസും കെമിക്കൽ സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ രസകരമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന ആളുകൾ. നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഐസറിലും കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ശതമാനം വിദ്യാർത്ഥികളും, ഒരു 60-70% മേലെ വിദ്യാർത്ഥികളും ലോകത്തെ ഏറ്റവും പ്രമുഖങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിസർച്ചിലേക്ക് ഡോക്ടർ ഫെലോഷിപ്പിനും പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനും എത്തുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഐസറിലും നൈസറിലും PhD കഴിഞ്ഞ ആളുകൾ പിന്നീട് PDF-ലേക്ക് മാറുന്നത് കാണാം. ഇപ്പൊ കേരളത്തിൽ വടകരയിൽ അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി ഐസറിലും നൈസറിലും പഠിച്ചതിന് ശേഷം ഇപ്പൊ ഇറ്റലിയിലെ സാപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ 1 കോടി 3 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡോടുകൂടി പഠിക്കുന്നത് കാണാം. കോഴിക്കോട് ടൗണിൽ പൊറ്റമ്മൽ ഭാഗത്തുള്ള ഒരു കുട്ടി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമായ ഐസറുകൾ എടുത്തു കഴിഞ്ഞാൽ രസകരമാണ്. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഏകദേശം ലോകത്തെ ഏറ്റവും പ്രസിദ്ധങ്ങളായ 7 യൂണിവേഴ്സിറ്റികൾ ഡോക്ടർ ഫെലോഷിപ്പിന് അവസരം കൊടുത്തത് കാണാം. ഇപ്പൊ പ്രത്യേകിച്ച് മിഷിഗൺ, യെയിൽ യൂണിവേഴ്സിറ്റി, ദെൻ ബ്രൗൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, ദെൻ അങ്ങനെയുള്ള ഒരുപാട് പ്രിൻസ്റ്റണും അതുപോലെ തന്നെ ബെർക്ക്ലിയൊക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റർ സ്റ്റഡീസിന് മാസച്യുസെറ്റ്സിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇവിടുന്ന് പോയ വിദ്യാർത്ഥികൾ നമുക്ക് കാണാം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് BS-MS പ്രോഗ്രാം കഴിഞ്ഞ് അതത് സബ്ജക്റ്റുകളിൽ അടിസ്ഥാന ഗവേഷണ പഠനങ്ങൾക്കും കുറച്ചുകൂടി ഡീപ്പായ അപഗ്രഥന ഗവേഷണ പഠനങ്ങൾക്കും വേണ്ടി പോകാൻ താല്പര്യമുള്ളവർ മാത്രം ഐസറും നൈസറും സെലക്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യുക. അത്തരം ഒരു മേഖലയിൽ തിളങ്ങാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. Career Guru, molding your future.